നമസ്കാരം. കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ CPM-ൽ നിന്നും കൂടുതൽ പേർ BJP-യിലേക്ക് മാറുന്നു. കായംകുളത്താണ് കൂട്ടത്തോടെ CPM പ്രവർത്തകർ പാർട്ടി വിടുന്നത്. 60-ലേറെ CPM പ്രവർത്തകരും 27 കോൺഗ്രസ് പ്രവർത്തകരുമാണ് BJP-യിൽ അംഗത്വമെടുത്തത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനും പാർട്ടി വിട്ടെത്തിയവരെ സ്വീകരിച്ചു. എന്നാൽ BJP-യിൽ ചേർന്നവർ പാർട്ടി പ്രവർത്തകർ അല്ലെന്നാണ് CPM-ന്റെ വിശദീകരണം. പാർട്ടി വിട്ട മുൻ ഏരിയ കമ്മിറ്റി അംഗം ബിബിൻ സി ബാബുവിന്റെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ BJP-ക്ക് വേണ്ടി ആളെ കൂട്ടുന്നത്. 49 ബ്രാഞ്ച് അംഗങ്ങളടക്കം 60ഓളം പേർ CPM ബന്ധം ഉപേക്ഷിച്ച് BJP-യിൽ ചേർന്നെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ആകെ 237 പേരാണ് നിലവിൽ BJP-യിൽ അംഗത്വമെടുത്തിരിക്കുന്നത്. ഹെഡ്ലോഡ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉൾപ്പെടെ 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 5 ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ BJP-യിൽ ചേർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ CPM-ൽ നിന്നും BJP-യിൽ എത്തുമെന്നാണ് സൂചനകൾ. ഇതിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഉൾപ്പെടുമെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമാക്കാൻ പ്രാദേശിക നേതാക്കൾ തയ്യാറായിട്ടില്ല. എല്ലാം വരുന്ന വഴിക്ക് കാണാമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് വൻ മുന്നേറ്റം നടത്തുമെന്നും BJP നേതാക്കൾ പറയുന്നു. CPM കുത്തക പഞ്ചായത്തായിരുന്ന ദേവികുളങ്ങരയിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ഈ അവകാശവാദം ഉണ്ടായത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.